2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്തിനാലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നതെന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. എന്താ ആ വാക്യത്തിൻ്റെ അർത്ഥം? അധർമ്മമൂർത്തി വരും എന്നാണ് പൗലോസ് പറയുന്നത്. ഈ അധർമ്മമൂർത്തി ആയവനെന്ന് പറഞ്ഞാൽ മാൻ ഓഫ് ലോലെസ്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. അത് വാസ്തവത്തിൽ നമ്മൾ ഗ്രീക്കിൻ്റെ പശ്ചാത്തലം വെച്ചിട്ട്, പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം വെച്ചിട്ട് ആ അധർമ്മമൂർത്തി ആയവനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ലോ, അഥവാ അവർ ലോ എന്ന് വിശ്വസിച്ച ലോ, ഏതെങ്കിലും ലോ അല്ല. ആ സമൂഹം ലോ എന്ന് വിശ്വസിച്ച ലോ, തോറയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തി. മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പറയുമ്പോൾ ലോയെ അഥവാ തോറായെ അത് പ്രധാനപ്പെട്ട ഗ്രന്ഥമാണെന്ന് കരുതാതെ, അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാതെ, അതിൻ്റെ ആവശ്യമില്ല, അതിലെഴുതിയിരിക്കുന്ന ശുശ്രൂഷകളുടെ ആവശ്യമില്ല, അതില്ലാതെ, അതിലെ മോറൽ പ്രിൻസിപ്പിൾസ് ഒന്നുമില്ലാതെ നമുക്ക് ജീവിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ തോറയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളാണ് പ്രധാനമായിട്ടും നമ്മൾ ലോ ആയിട്ട് കാണുന്നത്. തോറ എന്ന് പറയുന്നത് ഒരു കവനന്റ് ഡോക്യുമെൻ്റാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കഥകളുണ്ട്, അതിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ചില മനുഷ്യരുടെ, ചില സമൂഹങ്ങളുടെ എക്സ്പീരിയൻസസ് ഉണ്ട്, കവിതകളുണ്ട്, ഉപമകളുണ്ട്. എന്നാൽ അതിനകത്ത് ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ട്. ആ ന്യായപ്രമാണത്തെയാണ് നമ്മൾ ലോ എന്ന് വിളിക്കുന്നത്. ഈ മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പറയുന്ന കക്ഷി ആ ന്യായപ്രമാണത്തിന്, തോറയ്ക്കകത്തുള്ള ന്യായപ്രമാണത്തിന് പൂർണ്ണമായിട്ടും എഗെയിൻസ്റ്റ് ആയിരിക്കും.
ഇപ്പോൾ തോറയ്ക്കകത്തുള്ള ആ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം. അതിനെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധീകരിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കൽപ്പന. അന്യദേവനെ നിങ്ങൾ സേവിക്കാൻ പാടില്ല. അടുത്തത്, ദൈവത്തിൻ്റെ നാമം വൃഥാവായി എടുക്കരുത്. ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെയാണ് ആദ്യത്തെ 5 കൽപ്പനകൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള 5 കൽപ്പനകൾ. പിന്നെ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ മുതൽ മോഹിക്കരുത്, കള്ളസാക്ഷ്യം കോടതിയിൽ പറയരുത്. അതാണ് അടുത്ത 5 കൽപ്പനകൾ. അപ്പോൾ ഈ കൽപ്പനകൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും ആ വ്യക്തി. മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ആ യഹൂദന്മാർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ ന്യായപ്രമാണം ഏതെങ്കിലും ഒരു ന്യായപ്രമാണം അല്ല, യഹൂദന്മാർ വിശ്വസിക്കുന്ന ന്യായപ്രമാണം. തൗറ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഗ്രന്ഥം, അതിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ 5 പുസ്തകങ്ങളുണ്ട്. ആ 5 പുസ്തകങ്ങൾക്കകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തെ വിശ്വസിക്കുകയില്ല, പാലിക്കുകയില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരെയും നീക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അധർമ്മമൂർത്തിയായവൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് വളരെയധികം അധർമ്മം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആ വ്യക്തിയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ അവന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അനീതിയുടെ സകല വഞ്ചനയും അവനുണ്ടാവും. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ചില ആളുകൾ അവനെ അനുഗമിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ആ ആളുകൾ ആരായിരിക്കും? യേശു ക്രിസ്തു തൗറായുടെ നിവൃത്തിയാണ്, ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം ജഡരൂപമെടുത്ത് വന്ന മനുഷ്യ രൂപത്തിൽ ദൈവമാണ് എന്നുള്ളത് വിശ്വസിക്കാത്ത വ്യക്തികൾ. വിശ്വസിച്ച വ്യക്തികളൊക്കെ യേശുവിനെ അവരുടെ മെസ്സിയായി സ്വീകരിച്ചു കഴിഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ വിശ്വസിക്കാത്തവർ, യേശുവിനെ കൈക്കൊള്ളാത്തവർ, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്, അവർക്ക് ഒരു ശിക്ഷാവിധി വരേണ്ടതിന്, അവർക്കൊരു ജഡ്ജ്മെൻറ്റ് വരേണ്ടതിന്, അവർക്കൊരു ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ഇത് അയക്കുന്ന ആരാണ്? ദൈവമാണ് അയക്കുന്നത്. സാത്താൻ്റെ ശക്തിയോടുകൂടെ ഒരു വ്യക്തി വരികയാണ്. അവൻ്റെ പേര് അധർമ്മമൂർത്തിയായവൻ എന്നാണ്. അവൻ മാൻ ഓഫ് ലോലെസ്നെസ് ആണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെയോ തൗറയിലുള്ള കാര്യങ്ങളെയോ അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അവൻ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ വ്യക്തിയിൽ യേശു ക്രിസ്തു അവരുടെ മെസ്സിയാണെന്ന് വിശ്വസിക്കാത്ത എല്ലാവരും വിശ്വസിക്കും. അവനിൽ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി നിറച്ചിട്ടാണ് ദൈവം അയക്കുന്നത്. എന്നാലേ യേശു ക്രിസ്തുവിൻ്റെ സത്യത്തെ വിശ്വസിക്കാത്ത, യേശു ക്രിസ്തുവിനെ നിഷേധിച്ച വ്യക്തികൾ ഈ ഭോഷ്കിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് അതിൽ വിശ്വസിക്കുള്ളൂ. നമുക്കറിയാം, പണ്ട് പഴയ നിയമത്തിൽ ഒരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്, ആഹാബ്. ഈ ആഹാബ് ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവൻ ചില പ്രവാചകന്മാരെ വിളിച്ചിട്ട് അവരോട് ആലോചന ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും യുദ്ധത്തിൽ അവൻ ജയിക്കുമെന്നുള്ള ആലോചനയാണ് അവന് കൊടുക്കുന്നത്. എന്നാലും ആഹാബിന് മനസ്സിൽ സംതൃപ്തി വരുന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ അവൻ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ള യഹോഷഫാത്ത് എന്ന് പറയുന്ന ഒരു
രാജാവ് അവനോട് കൂടെ ചേർന്നിട്ട് യുദ്ധം ചെയ്യാൻ പോവാണ്. ആ യഹോശാഫാത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ യഹോശാഫാത്തിനോട് ആഹാബ് ചോദിക്കുകയാണ്, വേറെ പ്രവാചകന്മാരാരും ഇല്ലേ? അപ്പോൾ യഹോശാഫാത്ത് പറയുന്നു, ഇങ്ങനെ ഒരു മിഖായ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, പക്ഷെ അവനെപ്പോഴും അവന് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആലോചനയെ തരുള്ളൂ. ആഹാബിനാണെങ്കിൽ ആ മിഖായ ഇഷ്ടമല്ല. കാരണം എപ്പോഴും ആഹാബിന് വിരോധമായിട്ടുള്ള ആലോചനയാണ് മീഖായ പറയാറുള്ളത്. അപ്പോൾ മീഖായ വിളിച്ചപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, യുദ്ധത്തിന് നിങ്ങൾ ജയിക്കൂ. പക്ഷേ ആഹാബിന് സംതൃപ്തിയായില്ല. ആഹാബ് വീണ്ടും ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, സംഗതി ഇങ്ങനെയാണ്, ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെ കൂടെ നിൽക്കുന്ന ഈ പ്രവാചകന്മാരൊക്കെ കള്ളമാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ ദർശനത്തിൽ കണ്ടു, സ്വർഗത്തിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിനകത്ത് ദൈവം ഈ ആഹാബിനെ ശിക്ഷിക്കാനുള്ള സമയമായി. അപ്പോൾ ഈ ആഹാബ് അതിൻ്റേതായിട്ടുള്ളൊരു വഴിയിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭോഷ്കിൻ്റെ ആത്മാവ് വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി, ദൈവം നീതിമാനാണ്, സത്യവാനാണ്, അവിടെ ഭോഷ്കിൻ്റെ ആത്മാവ് വരുമോ? സാത്താനും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നതായിട്ടും ദൈവത്തോട് സംസാരിക്കുന്നതായിട്ടും യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ആ ഭോഷ്കിൻ്റെ ആത്മാവ് വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ചെന്നിട്ട് അവരുടെ പ്രവാചകന്മാരെ എല്ലാം കബളിപ്പിക്കാം. സാത്താനോടല്ല പറയുന്നത്, ദൈവത്തോടാണ് പറയുന്നത്. അവർ ഭോഷ്ക് കള്ളത്തരം ആഹാബിന് പറഞ്ഞു കൊടുത്തിട്ട് അവനെ യുദ്ധത്തിലേക്ക് അയച്ചിട്ട് അവൻ ആ യുദ്ധത്തിൽ മരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ സ്വർഗത്തു നിന്ന് ഭോഷ്കിൻ്റെ ആത്മാവ് വന്നിരിക്കുകയാണ്. അവൻ ഈ പ്രവാചകന്മാരിൽ കൂടിയൊക്കെ സംസാരിക്കുകയാണ്, വാസ്തവത്തിൽ നിങ്ങൾ ഈ യുദ്ധത്തിന് പോയാൽ നിങ്ങൾ മരിച്ചു പോകും എന്നാണ് മീഖായ ആഹാബിന് ആലോചന കൊടുക്കുന്നത്. ആഹാബിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മീഖായെ അവൻ ശിക്ഷിക്കുന്നു, ദണ്ഡിപ്പിക്കുന്നു. എന്നാലും മീഖായ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് യഹോശാഫാത്തിൻ്റെ വേഷം എടുത്തിട്ടിട്ട് വേഷം മാറി അവൻ യുദ്ധത്തിന് പോകും. ഒരുപക്ഷെ വേഷം മാറിപ്പോയതുകൊണ്ടായിരിക്കാം ഒരു സാധാരണ സോൾജറിൻ്റെ ഭടൻ്റെ അമ്പുകൊണ്ടാണ് ആഹാബ് മരിക്കുന്നത്. ആഹാബ് അവൻ്റെ രാജപ്രൗഢിയിലൊക്കെ നിന്ന് ആ രീതിയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ സംരക്ഷണം ചിലപ്പം അവനുണ്ടായാലേ. ഒരു സാധാരണ ആൾക്ക് എന്തായാലും അവനെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു ഭയമുണ്ട്. ഈ ദൈവം പറയുന്ന കാര്യം നടന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വേഷം മാറി അവൻ ആ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അവൻ മരിച്ചു പോയി. ആഹാബ് ഓൾറെഡി ഭോഷ്കാണ്, അതുകൊണ്ടാണ് അവൻ വേഷം മാറിപ്പോയത് എന്നതും കൂടെ ദൈവം കാണിക്കണം. അല്ലെങ്കിൽ ദൈവം കുറ്റക്കാരനായി പോകും. ദൈവം ഭോഷ്കിൻ്റെ ആത്മാവിനെ അയച്ചിട്ട് ആഹാബിനെ വഞ്ചിച്ചതുപോലെ ആയിപ്പോകും. പക്ഷെ ആഹാബിന് ശരിയായ ആലോചന ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ശരിയായ ആലോചന കിട്ടിയിട്ടും ആ ആലോചന വിശ്വസിക്കാതെ തൻ്റെ അകത്ത് കിടക്കുന്ന ഭോഷ്ക്ക് വിശ്വസിക്കുകയും വേണം, ദൈവത്തിൻ്റെ ആലോചനയുടെ ബെനിഫിറ്റ് എടുക്കുകയും ചെയ്യണം എന്ന് വിചാരിച്ച് പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആഹാബിന് നാശം സംഭവിച്ചു. ഇതേമാതിരി ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, ദൈവത്തെ വേണം, നമുക്ക് തൗറ വേണം. പക്ഷെ നമ്മുടെ അനീതികളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ ജീവിച്ചവരാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ ദൈവമായി, അവരുടെ മെഷിയായി ആ കാലഘട്ടത്തിൽ, യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ, പൗലോസിൻ്റെ കാലഘട്ടത്തിൽ സ്വീകരിക്കാതിരുന്നത്. ഇത് പൗലോസ് അന്ന് എഴുതിയതാകട്ടോ, യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് എഴുതുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത യഹൂദന്മാരുടെ ഇടയിലേക്കാണ് ഈ അധർമ്മമൂർത്തിയായവൻ വരാൻ പോകുന്നത്. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ അധർമ്മമൂർത്തിയായവൻ യഹൂദന്മാരെ കൺവിൻസ് ചെയ്ത് അവനാണ് അവരുടെ സത്യമെഷിഹ എന്നവർ വിശ്വസിക്കുമാറ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്ത് അവരുടെ രാജാവായി വാഴും. അപ്പോൾ ഒരു യഹൂദന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, യഹൂദന്മാരൊരു വ്യാജ വ്യക്തി അല്ലെങ്കിൽ വേറെ ഒരു ജനറേഷനിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്തായാലും അവർ അവിടെ രാജാവായിട്ട് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അധർമ്മമൂർത്തിയായവൻ എന്ന് പറയുന്ന, ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആൾ ഒരു യഹൂദനായിരിക്കും എന്ന്
നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുള്ളത്. അവൻ യഹൂദനായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. വേറെയും പല ബൈബിൾ വാചകങ്ങളുണ്ട്. കാരണം മിശിഹ എന്ന് പറയുന്ന ക്രൈസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ.